ഹായ് വെൽക്കം ബാക്ക് ടു ജെ ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബൈബിൾ വേഴ്സസ് ഏഷ്യാവ് 51:16, ഐസയ 51:16. I have put my words in your mouth and covered you with shadow of my hand. ഞാൻ ആകാശത്തെ ഉറപ്പിച്ചു ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും സിയോനോട് നീ എൻ്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ ആക്കി എൻ്റെ കൈകളുടെ നിഴൽ നിന്നെ മറച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദൈവം നമുക്ക് ആ ഒരു വചനത്തിൽ നമുക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ദൈവം അത്രയും സിമ്പിളാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, എല്ലാം ദൈവം നമുക്ക് എല്ലാം തരുവാണ്. അത്രയും പ്രൊട്ടക്ഷനും കരുതലും ആ ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾ നമ്മുടെ ദൈവം അല്ലേ. നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പം ദൈവത്തിൻ്റെ ഈ ഒരു വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളെ ഏതൊക്കെ പ്രതിസന്ധിയിൽ പോയാലും നമ്മൾക്ക് ഒരു കംഫർട്ട് സോണ് നമ്മളെ എന്താ പറയുക രക്ഷിക്കാൻ ഒരേ ഒരാൾ നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവത്തോട് അത്രയും നമുക്ക് ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്താൽ നമുക്ക് ഏതൊരു ചലഞ്ചും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ തൊട്ട് ഐസയ 51:15 പറഞ്ഞേക്കുന്നുണ്ട്, കടലുകളുടെ ആ ഒരു റോറിങ്, ആ ഒരു ഭയങ്കര എന്താ പറയുക, നമുക്ക് ഫിയർഫുള്ളായിട്ടുള്ളൊരു സംഭവം, തിരമാലകളൊക്കെ അടിച്ചിങ്ങനെ ഭയങ്കര എറുമ്പിയാലും നമുക്ക് ദൈവം അതിനെ ശാന്തമാക്കുന്നതും ടു മേക്ക് ഇറ്റ് ക്വയറ്റ്, അല്ലെങ്കിൽ ഒരു ശാന്തമാക്കാനും ദൈവത്തിന് പറ്റും. അപ്പോൾ ഇതിൽ ദൈവം അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫറൻസ് കാണിച്ചു തരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൽ നമുക്കൊരു അലേർട്ട്നെസ് അല്ലെങ്കിൽ ഒരു നമ്മളൊന്ന് വേക്കപ്പ് ചെയ്യുകയാണ്, ഒന്ന് എണീക്കുക, നമ്മളെ ഉണർന്നിരിക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വചനത്തിലൊക്കെ പറയുന്ന നമ്മളിപ്പോൾ നമ്മൾ വി ആർ ഹാവിങ് എ ബാറ്റിൽ അല്ലേ. പൈശാചിക ഒരു ഇവൽ അറ്റാക്സും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ തോട്ട്സ്, ഇറ്റ്സ് ഓൾ ലൈക്ക് അണ്ടർ ഇല്യൂഷൻസ്. നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞ് പോവാ, നോട്ട് ഇൻ എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു നമ്മളെ ഏൽപ്പിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ അണ്ടർ അവർ കൺട്രോൾ അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ദൈവം ഈ ഒരു ശക്തമായ അല്ലെങ്കിൽ ഫിയർഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ, കടലിറമ്പ് നമ്മൾ അത്രയും എന്താ പറയുക, അത്രയും നമുക്ക് ഒരു ഫിയർ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വന്നാൽ അതിനെ ശാന്തമാക്കാനും പറ്റുന്ന ഒരേ ഒരാൾ നമ്മുടെ ദൈവം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളതിൽ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല കഥകൾ കണക്ട് ചെയ്യുന്ന ഓരോരോ വചനങ്ങൾ. ഒന്ന് ഈജിപ്റ്റ് സൈന്യങ്ങളായിട്ട് വന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ റെഡ് സീ ക്രോസ് ചെയ്യുന്ന ആ സമയത്തൊക്കെ ദൈവം അവർക്കൊരു വഴി ഒരുക്കുവാണ്. നമ്മൾ വിചാരിക്കും വി ആർ ഗോയിങ് ടു എന്താ പറയുക, വി ആർ ഗോയിങ് ടു ബി വേസ്റ്റ്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ബി കിൽഡ്, അല്ലെങ്കിൽ നമുക്കൊരു ദർ ഇസ് നോ ഫ്യൂച്ചർ ഇൻ അസ് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവം ചിലപ്പോൾ നമ്മളിങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ എന്താ പറയുക, നമുക്ക് ആ ഒരു വിഷമ സിറ്റുവേഷൻസൊക്കെ വന്ന് പോകുമ്പോഴും നമ്മൾ വിചാരിക്കുക എന്താ പറയുക, നമുക്ക് ആ ഒരു ദൈവം നമ്മളെ ഒന്ന് ഉണർത്തുന്നതാണ്. അത്രയാണ് നമ്മൾ മനസ്സിലാക്കാനാണ് ഈ വചനത്തിനും നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അതിൽ യോന പ്രവാചകൻ്റെ നമ്മുടെ കഥ കേട്ടിട്ടുണ്ട്. കടലിൽ ഭയങ്കര എന്താ പറയുക, അത്രയും ഇങ്ങനെ എന്താ പറയുക, കടൽ ആ ബോട്ട് നിന്ന് എന്താ പറയുക ഇളക്കിയിട്ടു എന്ന് പറയുന്ന പോലെ യോന പ്രവാചകൻ വെള്ളത്തിൽ വീണു. അത് കഴിഞ്ഞ് ആ ഒരു ഡെസ്റ്റിനേഷൻ ദൈവം അവിടെ എത്തിക്കണം എന്നുള്ള രീതിയിൽ അവിടെ ഒരു ടാർജറ്റ് ഉണ്ട്. ആ ഒരു മത്സ്യം വഴി ലാസ്റ്റ് യോന പ്രവാചകനെ ആ ഒരു ദേശത്ത് എത്തിക്കുവാണല്ലോ. നമ്മൾക്ക് സൺഡേ സ്കൂളിൽ തൊട്ട് പഠിച്ച് ആ ഒരു കഥകളൊക്കെ എല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് വേസ് ഓഫ് ലൈക്ക് യുനോ അവർ എന്താ പറയുക, ദൈവം എന്താ നമുക്കൊരു പ്ലാനിങ് വെച്ചിരിക്കണമെന്ന് അറിയില്ല. പക്ഷേ എവറിത്തിങ് ഇസ് ഫോർ ഗുഡ്. നമ്മൾ ദൈവം ഉണർത്തുകയാണ്. വി ആർ എന്താ പറയുക, വി ഹാവ് ടു ബി സോ ഫെയ്ത്ത്ഫുൾ ഇൻ ഗോഡ്. നമുക്ക് ആസ് ഹ്യൂമൻസ് നമുക്ക് എല്ലാവർക്കും പല ബുദ്ധിമുട്ടുകളും ചലഞ്ചസൊക്കെ ഫേസ് ചെയ്യാം. നമ്മൾക്ക് ഇറ്റ്സ് ഓൾ നോട്ട് എന്താ പറയുക, നമ്മുടെ കൺട്രോൾ അല്ലാതെ പോകുന്ന സിറ്റുവേഷൻസും നമ്മൾ ആരും എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കണമെന്നില്ല. പക്ഷേ ദൈവം എല്ലാം നല്ലതിന് വേണ്ടി നമ്മുടെ കൂടെ, നമ്മളുടെ എന്താ പറയുക ഡ്രീംസും നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ പ്ലാനിങ്സും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ദൈവം അത് നല്ലതാക്കി തരാൻ നമുക്ക് ഒരേ ഒരാളെ വിളിക്കാനുള്ളൂ, യേശുവിനെ വിളിക്കുക, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം നമുക്ക് നല്ലൊരു വഴി ഒരുക്കി തരും. അപ്പോൾ ഈ ഒരു വചനം ഓർത്തിരിക്കുക, അതോർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഫാമിലിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പമജിക്ക് ഇതിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലൈബ്രറി ഇൻ ദ വേൾഡ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇറ്റ്സ് കോൾഡ്, ലൈബ്രറിയുടെ പേര് ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ്. ഇറ്റ്സ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവിടെയാണ് വേൾഡ്സ് ലാർജസ്റ്റ് ലൈബ്രറി സിറ്റുവേറ്റഡ്. Bye. God bless you. Keep praying. Keep worshipping Jesus. God bless you all.